നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരമുണ്ട്. അമേരിക്ക എന്ന രാജ്യം, ആ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക ന്യൂയോർക്ക്, ഷിക്കാഗോ, ലോസ് ഏഞ്ചൽസ്, ലാസ് വേഗാസ്, അതേപോലത്തെ എന്താ പറയുക വലിയ വലിയ പട്ടണങ്ങളും പടുകൂറ്റൻ ബിൽഡിങ്ങുകളും അങ്ങനെയൊക്കെ ഒരു സങ്കല്പമാണ്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കൊച്ചിലെ അങ്ങനെയായിരുന്നു. അമേരിക്ക എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും എന്താ പറയുക വലിയ വലിയ പട്ടണങ്ങളും ബിൽഡിങ്ങുകളും ആഡംബര ഹോട്ടലുകളും ആ ഒരു ദൃശ്യം മാത്രം എൻ്റെ മനസ്സിലായത്. പക്ഷേ അതല്ലാത്ത ഒരു സൈഡ് അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യത്തുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ കൃഷിക്കാരുടെ വീടുകളും അവരുടെ കൃഷി ഫാമുകളും കൃഷിയിടങ്ങളും അതിൻ്റെ ഒരു ഭംഗി എത്ര നമ്മൾ വർണ്ണിച്ചാലും മതിയാവില്ല. അത് നിങ്ങൾ നേരിട്ട് കാണാനാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ടൗണിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ട് ഗ്രാമപ്രദേശത്തോടുള്ള റോഡ് വഴി സഞ്ചരിച്ച് ഒരുപാട് ഫാം ഹൗസുകളുണ്ട്. അവിടെയൊക്കെ നിർത്തി ഈ ഓരോ ഫാം ഹൗസുകളിലും അവരുടെ എന്താ പറയുക കൊച്ചു കൊച്ചു സ്റ്റോറുകളുണ്ടാവും. അവരുടെ കൃഷിയിടത്തിലെ വിഭവങ്ങൾ ഉൽപ്പന്നങ്ങൾ അവർ കൊണ്ടുവന്ന് വിൽക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റോറുകളുണ്ട്. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു ഗ്രാമീണതയുടെ ഭംഗി നിറഞ്ഞ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒട്ടും നമ്മൾ എന്താ പറയുക വൈകുന്നില്ല. നമ്മൾ ഇനി നേരെ ഗ്രാമത്തിൻ്റെ ആ വഴിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹിൽ ടോപ്പ് പ്രൊഡ്യൂസ് നല്ലൊരു കിടിലൻ പ്ലേസിലാണ് ഈ ഒരു സ്റ്റോർ ഉള്ളത്. ഇത് സിംഗിങ് വാലി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. എന്താ പറയുക ഒരു സൈഡ് മുഴുവൻ നല്ല അടിപൊളി മല, അതേപോലെ അതിൻ്റെ താഴ്വാരത്ത് ഒരുപാട് ഫാം ഹൗസുകളുണ്ട്. അതേപോലെ എന്താ പറയുക കോണൊക്കെ ആണെങ്കിൽ ചോളം വളർന്ന് നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഉള്ള ഏരിയയിൽ അമിഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ജീവിക്കുന്ന ഏരിയ ആണ്. ശരിക്കും ഈ ഏരിയയിൽ മൊത്തം അമിഷ് എന്ന് പറയുന്ന കർഷകരുടെ വീടുകളും അവരുടെ കൃഷിസ്ഥലമാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോട്ടോർ വാഹനങ്ങളോ അതുപോലെ കറണ്ടോ ഫോണോ ക്യാമറയോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു പ്രത്യേകതരം ആൾക്കാരാണ്. അവർ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഹോഴ്സ് ബഗ്ഗിയാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക ജീവിതശൈലി ഉള്ളൊരാൾക്കാരാണ് ഈ അമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറാണ്. ഒത്തിരി ആൾക്കാർ ഇതേപോലെ വീക്കെൻഡിലൊക്കെ ഈ കൺട്രി സൈഡ് റൈവ് എടുത്തിട്ട് ഇതേപോലുള്ള സ്റ്റോറുകൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനകത്തൊന്ന് കയറി നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് അവർ വിൽക്കുന്നത്. Maybe this one? ഇവിടെ ഈ കാണുന്ന സാധനങ്ങൾ ഇവരുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. സവോളയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഫുട്ബോൾ പോലെ ഉണ്ട് ഓരോന്നിൻ്റെ വലുപ്പം. സെറ്റപ്പ് സാധനങ്ങളാണോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള നല്ല കിടിലൻ പച്ചക്കറികളാണ്. ഇതിന് ഒരു വിഷാംശങ്ങളും ഇല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ലെറ്റസും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ട് ഇവരുടെ ഈ ഡേഞ്ചറസ് അളിയെ കുത്തിയതുണ്ടോ. അപ്പൊ ഇതൊക്കെ ഇവരുടെ എന്താ പറയാ ഇവരുടെ വീട്ടിൽ തന്നെയുള്ള കുറെ മൃഗങ്ങളാണ്. അടിപൊളി കുറച്ച് ആട്, കുഞ്ഞു പശു,
കോണി ഇവ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈസ് ഡേഞ്ചറസ്. എന്നിട്ട് കൊമ്പ് ഉണ്ടാവും, ഒരു രക്ഷയില്ല കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇതേപോലെ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നല്ല ബിസി ആവുന്ന പ്ലേസാണ് ഇതേപോലത്തെ സ്റ്റോറുകൾ. ഈ ഏരിയയിൽ മൊത്തം കൃഷിയുള്ള, ഒരുപാട് കൃഷിയുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സിംഗിങ് വാലി എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ജസ്റ്റ് നമ്മളെന്താ പറയുക, ഈ ഒരു സ്ഥലത്ത് കൂടെ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്കും മനോഹരമാണ് ഈ അമേരിക്കയിൽ എന്താ പറയുക, ഈ ഗ്രാമങ്ങളിലെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിനാളത്തിരി അലമ്പനാവൻ കുറുമ്പൻ. ഇവിടെയൊക്കെ ഇതേപോലെ ഫാം ഹൗസിൽ എന്താ പറയുക, പശു ഉള്ളതിനൊക്കെ 100-200 പശുക്കളാണ്. അതിങ്ങനെ 100-100 ഏക്കർ ഇതേപോലെ വേലിക്കെട്ടൊക്കെ തിരിച്ച് അതിലൊക്കെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ വിട്ടേക്കും. എന്താ പറയുക, അവർ സ്വയം നടന്ന് മേഞ്ഞ് അതേപോലെ ഇതുണ്ട്. ഇടയ്ക്ക് അവർക്ക് വന്ന് കുളിക്കാനും നീന്തി കളിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കൊച്ച് എന്താ പറയുക പോണ്ടുകൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ട, ഇതൊക്കെ ഓരോ എന്താ പറയുക കൃഷിക്കാരുടെ വീടുകളാണ്. അവരുടെ ഫാം ഹൗസും ഒത്തിരി പശുക്കള്, കുതിരകൾ, അതേപോലെ അവരുടെ കൃഷി ഒരു രക്ഷയില്ലാത്തൊരു സെറ്റപ്പാണ് ഈ എന്താ പറയുക അമേരിക്കയുടെ വില്ലേജ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ട, ഇത് മത്തങ്ങയുടെ വലിയൊരു എന്താ പറയുക പാടാണ് ഈ കാണുന്നത്. ഫുള്ള് മത്തങ്ങയാണ് ഇതിനകത്ത്. ഒരറ്റം മുതൽ ഇതേ അങ്ങ് ആ അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ കംപ്ലീറ്റ് മത്തങ്ങയാണ്. ഒരു രക്ഷയില്ല. നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ആട്ടോ. അതാണ് നൈസായിട്ടുള്ള മൊത്തക്കുന്നുകളും. നമ്മളങ്ങനെ ഇതേ വേറൊരു എന്താ പറയുക വേറൊരു ഫാം ഹൗസിലേക്ക് വന്നേക്കാണ്. അവർക്കൊരു സ്റ്റോറുണ്ട്. അവിടുത്തെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ഇതാണ്ട, ഇതാണ് ഈ അമിഷ് എന്ന് പറയുന്ന ആൾക്കാർ. ഇവരുണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെയാണ് ഇവർ ഉപയോഗിക്കുക. ഇവരുടെ വസ്ത്രധാരണ രീതിയും ഒക്കെ വേറെ ആയിരിക്കും. ഇതല്ല, ഇതാലത്ത് വളരെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇതേപോലെ ഷോപ്പിങ്ങിന് ഇവിടെ വരാറുണ്ട്. ഇതാണ് വലിയ ഫാം ഹൗസ് ആണ്. അടിപൊളി ഫാം ഹൗസ് ആണ്. ഇതൊക്കെ ടൗണിൻ്റെ അവിടെ നിന്ന് ഒരുപാട് അകലെയായിട്ട് ഉള്ളേരിയയിലുള്ള എന്താ പറയുക കൃഷിഭൂമികളും അവരുടെ വീടുകളൊക്കെയാണ്. ഇതുണ്ടോ, പക്ഷേ അടാറ് എന്താ പറയുക അവരുടെ ഫാം ഹൗസും ഒക്കെ തൊഴുത്തൊക്കെ കണ്ട കിടിലൻ തൊഴുത്താണ്. ഒരു രക്ഷയില്ല. ഗംഭീര തൊഴുത്തും അതേപോലെ എല്ലാം ഒരു സെറ്റപ്പാണ്. കണ്ടു നോക്കാം. പല തരത്തിലുള്ള ഉരുളക്കിഴങ്ങുകളും ഉള്ള ഫ്രഷ് കിടിലൻ സാധനങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച് what else you got from here? You got what? Potatoes and sweet rolls. No sweet treats for cinnamon. Cinnamon roll. Cinnamon rolls. കറുവാപ്പട്ടയൊക്കെ ചേർത്ത ഒരു ഗംഭീര സാധനം. ഒത്തത്തെ ടേസ്റ്റാണ് ഈ സാധനം. നമുക്ക് ആ സ്റ്റോറിനകത്ത് നിന്ന് അധികം സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവർ ക്യാമറയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരാണ്. അപ്പം നമ്മളങ്ങനെ ഈ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് ഈ ഓൺ ദ വേയിൽ ഇതേപോലെ കൺട്രി സൈഡിൽ ഒന്ന് കാണാൻ കഴിയും. അപ്പോൾ നമ്മളതിങ്ങനെ അന്വേഷിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് എവിടെയെന്ന് നമുക്ക് നോക്കി പോവാം. ഇതിനകത്താണ് അവരുടെ കൃഷിയുടെ എല്ലാ ഉപകരണങ്ങളും, ട്രാക്ടറും സെറ്റപ്പും ഒക്കെ അതിനകത്താണ്.
ആയിട്ടുള്ള ഇവരുടെ തന്നെ ആപ്പിൾ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളാണ്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഫിനിഷിങ്ങിലുള്ള കിഡിലൻ ആപ്പിളാണ്. അപ്പോൾ ആ ഒരു ആപ്പിളാണ് നമ്മൾ ഇവിടുന്ന് മേടിച്ചത്. കണ്ട ഒത്തിരി ആപ്പിൾ ഇതിനകത്തുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു അടാറ് ഫാം ഹൗസ് ആട്ടാ. ഏക്കർ കണക്കിനാണ് കിടക്കുന്നത്. പക്ഷെ ആ ഫാം ഹൗസിനോട് ചേർന്ന് തന്നെ നൈസ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ട്. എന്തൊക്കെ പച്ചക്കറിയും കാര്യങ്ങളാണുള്ളത് നോക്കാം നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത്. ഇപ്പൊ നമ്മളിത് ഇവിടുന്ന് മേടിക്കാൻ പോവാണ്. പൊന്നു മച്ചാമാരെ, ഇവിടുത്തെ ചെമ്പരത്തിപ്പൂ കാണിച്ചു തരാട്ടോ. ഒരു രക്ഷയില്ല, സെറ്റപ്പ് സാധനം. ഒന്ന് കണ്ടു നോക്ക്. ഇതുണ്ടോ, അടാറ് വലുപ്പമാണ് ഇവിടെ ചെമ്പരത്തിപ്പൂക്കൾക്ക്. ഒരു ലോഡ് പച്ചക്കറി മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകുമെന്ന് തോന്നുന്നുണ്ട്. മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകണമെന്നല്ല ശരിക്കും. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോണതാ. പക്ഷെ കയറുന്നിടത്ത് മുഴുവൻ നമ്മൾ സാധനം മേടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒരു ലോഡ് പച്ചക്കറി ആയിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അതൊക്കെ ആര് കഴിച്ചു തീർക്കുമാവോ. പക്ഷെ സംഭവം നല്ല കിടു ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറിയാണ്.